ആദ്യം വി കെ സനോജിലേക്കാണ്. സനോജ്, ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ പ്രതികരണം. ഒരു ചതി ഓർമ്മിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. ആ രാഷ്ട്രീയ ചതിക്കുള്ള മറുപടി തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പ്രധാന ശത്രു PV അൻവർ ആണോ? ഞങ്ങളുടെ പ്രധാന ശത്രു UDF ആണ്. ഞങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിക്കുന്ന എല്ലാ വലതുപക്ഷ ശക്തികളുമാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ശത്രുവായി പ്രഖ്യാപിക്കുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഇന്ന് നിലമ്പൂരിൽ തടിച്ചുകൂടിയിട്ടുള്ള ജനാരവം നിങ്ങളുൾപ്പെടെ കണ്ടതാണ്. അപ്പം നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതേവരെ ഇത്രമാത്രം പങ്കാളിത്തമുണ്ടായിട്ടുള്ള, ജനങ്ങളാകെ ഒഴുകിയിട്ടുള്ള ഒരു അനുഭവം മുന്നേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയമായി ചതിച്ച് പോയവർക്ക്, വികസന വിരുദ്ധത മുന്നോട്ട് വെക്കുന്നവർക്ക് എല്ലാമുള്ള ശക്തമായ വിധിയെഴുത്തായി, താക്കീതായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രിയും അതുതന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ തിരഞ്ഞെടുപ്പിൽ എന്താണ് അപ്പോൾ ചർച്ചാ വിഷയം? കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൻവർ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അൻവർ ശബ്ദിക്കുന്നത് തുടരുമെന്ന് തന്നെയാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത്. നാളെ ഇപ്പോൾ പത്രികാ സമർപ്പണം, പിന്നീട് അത് പിൻവലിക്കുമോ എന്നറിയില്ല. ഏതായാലും അദ്ദേഹം നിരന്തരം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി ഓരോ ഡോസ് ഗുളിക എന്ന പോലെ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ പ്രതികരണം വരട്ടെ എന്നാണ് UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത്. നിങ്ങൾ അൻവറിൻ്റെ വാക്കുകളോട്, അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളോട് ഇനി മിണ്ടേണ്ടതില്ല, അത് അവഗണിച്ചു തള്ളാം എന്നൊരു നിലപാടിലേക്ക് എത്തിയോ സനോജ്? അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന കാലത്ത് മാത്രമേ അൻവർ ഞങ്ങൾക്കൊരു പ്രശ്നമുള്ളൂ. കാരണം അൻവർ ഞങ്ങളുടെ കൂടെയാണ്. അൻവറിനെ പരസ്യമായി തള്ളിക്കളഞ്ഞുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നിലപാട് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അൻവർ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അൻവറിനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചയിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടുമില്ല. പിന്നെ മാധ്യമങ്ങളും പ്രത്യേകിച്ച് അൻവറിൻ്റെ ചില പ്രസ്താവനകളും ഞങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഉണ്ടായിട്ടേ ഇല്ല. യഥാർത്ഥത്തിൽ ഇപ്പം അൻവർ ഇപ്പോൾ ആർക്കാ പ്രശ്നം? അൻവർ ഇപ്പോൾ ഒരു പ്രശ്നമായി നിൽക്കുന്നത് UDFനാണ്. UDFൻ്റെ ചില നേതാക്കൾ കുറേ ദൂതന്മാരെ അയച്ചല്ലോ. ഇപ്പോൾ VD സതീശനും ഈ ഷാഫി പറമ്പിലും കൂടി ചേർന്നിട്ടാണ് ആ പാവം രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രി വേഷം മാറിയിട്ട് ഈ ഗേറ്റിന് ഇറക്കി വിട്ടത്. ഷാഫിയുടെ കാറിൽ ഇറക്കി വിട്ടു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഷാഫി പറമ്പിൽ കാറിൽ കൊണ്ടുപോയി അൻവറിൻ്റെ ഗേറ്റിൽ ഇറക്കി വിട്ട ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ പുറത്തു വന്നപ്പോഴാണല്ലോ അദ്ദേഹത്തെ ഞങ്ങൾ അയച്ചതല്ല എന്നൊക്കെയുള്ള നിലപാട് ഇവർക്ക് എടുക്കേണ്ടി വന്നത്. എന്തായിരുന്നു ഗീർവാണം? എന്തായിരുന്നു വെല്ലുവിളി? അൻവർ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല അല്ലേ? അങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടും പൊതുയോഗത്തിൽ പറഞ്ഞും നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ആവേശം കൊണ്ട് പ്രസംഗിച്ചുമെല്ലാം നിന്ന യുവ നേതാവിൻ്റെ യഥാർത്ഥ മുഖം വ്യക്തമായല്ലോ. എന്തിനാ അങ്ങനെ പോകുന്നത്? UDFൻ്റെ കില്ല എന്ന് പറഞ്ഞ ഒരാളടുത്തേക്ക്, UDFനെ തള്ളിക്കളഞ്ഞ ഒരാളടുത്തേക്ക്, ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ച ഒരാളടുത്തേക്ക് കാല് പിടിക്കാൻ പോവുകയാണ്. ആർക്ക് വേണ്ടി കാല് പിടിക്കുന്നു? കാല് പിടിക്കുന്നത് VD സതീശനാണ്. സതീശൻ്റെ ഏജൻ്റായിട്ട് കാല് പിടിക്കാൻ ഒരു നാണവുമില്ലാതെ, ഒരു മടിയുമില്ലാതെ രാത്രി ഒളിഞ്ഞും പതുങ്ങിയും വേഷം മാറി, പതിവ് വേഷത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു വേഷം ധരിച്ച് അവിടെ പോയി. അത് കയ്യോടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളമാണ് അൻവർ ഒരു പ്രശ്നം. അൻവറില്ലാതെ UDFന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അൻവറിൻ്റെ ധൈര്യത്തിലാണ് UDF നിൽക്കുന്നത്. അപ്പോൾ അൻവർ എന്ത് സ്വീകരിക്കുന്നു എന്നതെല്ലാം UDFനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് അൻവർ ഒരു പ്രശ്നമേ ഇല്ല. ഞങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെയും അൻവറിനെ അങ്ങോട്ട് അടർത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഒരു പാർട്ടി മെമ്പറെ പോലും അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അൻവർ ഞങ്ങൾ നേരത്തെ എടുത്ത നിലപാടിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്ത് നിന്ന് പുറത്തുപോയ ആളാണ്. അൻവർ ഞങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. അൻവർ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.